الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. تقبل الله منا ومنكم، عيد مبارك علينا وعليكم. تقبل الله منا ومنكم، مبارك عيد مبارك علينا وعليكم. نور سرور حل في نوادينا، والفرح أقبل فازدانت ليالينا، والفرح أقبل فازدانت ليالينا. وفرحة الأطفال يزينهم فينا، هيا نهني في العيد أهالينا، هيا نهني في العيد أهالينا، هنوا في العيد أهالينا. وفرحة الأطفال يزينهم فينا، يزينهم فينا، يزينهم فينا. تقبل الله منا ومنكم، عيد مبارك علينا وعليكم. تقبل الله منا ومنكم، عيد مبارك علينا وعليكم. تقبل الله منا ومنكم، عيد مبارك علينا وعليكم. تقبل الله منا ومنكم مبارك عيد مبارك علينا وعليكم. نور سرور حل في نوادينا، والفرح أقبل فازدانت ليالينا، والفرح أقبل فازدانت ليالينا. وفرحة الأطفال يزينهم فينا، هيا نهني في العيد أهالينا، هيا نهني في العيد أهالينا، هنوا في العيد أهالينا. وفرحة الأطفال يزينهم فينا، يزينهم فينا، يزينهم فينا. تقبل الله منا ومنكم، عيد مبارك علينا وعليكم. تقبل الله منا ومنكم، عيد مبارك علينا وعليكم. تقبل الله طاعتكم، وعيدكم مبارك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فاتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر،
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു ഈദുൽ അദ്ഹ സുദിനം കൂടി നമ്മി സമാഗതമായിരിക്കുകയാണ്. വർഷത്തിലെ ഏറ്റവും മികച്ച ദിനമായി അഅ്ളമുൽ അയ്യാം, ഏറ്റവും മഹനീയമായ ഒരു സുദിനമാണ് ഈദുൽ അദ്ഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ, പ്രത്യേകിച്ച് ഹാജിമാരുടെ ഹജ്ജ് കർമ്മങ്ങൾ എല്ലാം നിർവഹിക്കപ്പെടുന്ന സുദിനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വരും നാളുകളിൽ, വരും വർഷങ്ങളിൽ ഹജ്ജിനും ഉംറയ്ക്കും അല്ലാഹുവിന്റെ വിശുദ്ധ ഭവനത്തിൽ ചെന്ന് അവനായി തൽബിയത്ത് ചൊല്ലി ഇബാദത്തുകൾ നിർവഹിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ പലരും ഹജ്ജ് നിർവഹിച്ചവരുണ്ട്, നിർവഹിക്കാത്തവരുണ്ട്. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കാത്തവർക്ക് അല്ലാഹു തആല ആ ഫർദ് വീടുവാൻ അവസരമേകട്ടെ. ചെയ്തവർക്ക് ഇനിയും അല്ലാഹു തആല അവസരങ്ങൾ എളുപ്പമാക്കട്ടെ. സഹോദരങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. ഈദുക്കും മുബാറക്. സഹോദരങ്ങളെ, ഈദ് സുദിനം നമ്മിൽ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈദുൽ അദ്ഹ, നമ്മെ അനുസ്മരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഐതിഹാസിക ചരിത്രമാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രം അനുസ്മരിക്കാതെ ഒരു ഹജ്ജിന്റെ നാളും ഈദുൽ അദ്ഹയും നമ്മിൽ നിന്നും കടന്നു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലായി തെരഞ്ഞെടുത്ത, ഖലീൽ എന്ന് പറഞ്ഞാൽ ഉറ്റമിത്രം, സ്നേഹിതൻ, സ്നേഹത്തിന്റെ പാരമ്യതയിൽ എത്തിയ ആത്മബന്ധം. സ്നേഹത്തിന് തന്നെ പല അവസ്ഥകളും ദർജകളും. ശഹ്വത്തുണ്ട്, ഇഷ്കുണ്ട്, മഹബത്തുണ്ട്, ഖുല്ലത്തുണ്ട്, ഇങ്ങനെ വിവിധങ്ങളായ ഘട്ടങ്ങളുണ്ട്. ശഹ്വത്ത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ബാഹ്യ ശരീരത്തിന്റെ ഒരു ആഗ്രഹമാണ്. മനസ്സ് ഇച്ഛിക്കുന്നതും ശരീരം കൊതിക്കുന്നതുമായിട്ട്. ഇഷ്കും അങ്ങനെ തന്നെ, പ്രണയം. എന്നാൽ മഹബത്ത് എന്നുള്ളത് സ്നേഹം ഒന്നുകൂടെ വിശാലമായ അർത്ഥത്തിലാണ്. അത് മനുഷ്യന്റെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്ന് വരുന്ന, താൻ ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. സത്യവിശ്വാസികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. സത്യവിശ്വാസികൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഈ ഇഷ്ടത്തിന്റെ പൂർണ്ണതയാണ് ഖുല്ലത്ത്. അതിനപ്പുറം വേറെ ഇഷ്ടമില്ല. അത് പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവന്റെ സൃഷ്ടികളിൽ രണ്ടുപേരിൽ ഒരാളാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. രണ്ടാമത്തേത് നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും അല്ലാഹുവിന്റെ ഖലീലുമാരാണ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഖലീലായി തിരഞ്ഞെടുക്കുന്നത്? ഒരുപാട് മഹനീയമായ മാതൃകകൾ അദ്ദേഹം കാഴ്ചവെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ പല പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നൽകി. പക്ഷെ ആ പരീക്ഷണങ്ങളിലേക്ക് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും. സമർപ്പണം, സഹനം, ത്യാഗം ഇത് വെറുതെ പ്രയോഗിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മുഴുവനും സമയവും ആരോഗ്യവും സമ്പത്തും അല്ലാഹു കൽപ്പിച്ചാൽ അതിന് സമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറാണ്. സഹിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ നിറവേറ്റാൻ എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ഇതെന്റെ ദീനാണ്, എന്റെ ആദർശമാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അത് സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. പിന്നെ തവഹി അഥവാ ത്യജിക്കൽ, എന്ത് നൽകാൻ, സമർപ്പണത്തിന് പുറമെ ത്യജിക്കാൻ, ചിലത് ഒഴിവാക്കേണ്ടി വന്നാൽ നാട് ഒഴിവാക്കേണ്ടിയാണ്. ബാബിൽ എന്ന അദ്ദേഹത്തിന്റെ സ്വദേശം ഇറാഖിലെ പ്രാചീന പട്ടണം, അവിടെ അല്ലാഹുവിന്റെ തൗഹീദ് ഉയർത്തിപ്പിടിച്ചു. സ്വജനങ്ങളെ ശിർക്കിൽ നിന്നും സൃഷ്ടിപൂജയിൽ നിന്നും സൃഷ്ടാവിനെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിച്ചു. അവസാനം അവിടെ നിന്ന് അദ്ദേഹത്തിന് രക്ഷ നേടേണ്ടി വന്നു. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് യാത്രയായി, സ്വന്തം നാട് ത്യജിച്ചു. ഇതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം വിധേയമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഇദ് ബതലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ. പലവിധങ്ങളായ പരീക്ഷണങ്ങൾ, കൽപ്പനകൾ കൊണ്ട് ഇബ്രാഹിമിനെ
തങ്ങളുടെ രക്ഷിതാവ് ഇബ്രാഹിമിന്റെ രക്ഷിതാവ് പരീക്ഷിച്ചു. പക്ഷെ എല്ലാത്തിലും പൂർത്തിയാക്കി, ഫിനിഷ് ചെയ്തു. അതാണ് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇബ്രാഹിം നബി ഇവിടെ നമുക്ക് മാതൃകയുള്ളത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ദീൻ നമുക്ക് നൽകി സമ്മാനമാണ്, റഹ്മത്താണ്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനവരുടെ വിമോചനത്തിനായി ശരിയായ വിശ്വാസവും കർമ്മവും ഇഹ പരലോക വിജയത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ സമുദായത്തെ പഠിപ്പിക്കാൻ, മാനവരെ പഠിപ്പിക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. അനുഗ്രഹവും കാരുണ്യവുമാണ്. ആ ദീന് നമുക്ക് കിട്ടുമ്പോൾ ദീനിലെ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ അത് പാലിക്കുവാൻ, സഹിക്കാൻ നമ്മൾ തയ്യാറാണ്. സമർപ്പണത്തിന് നമ്മൾ ഒരുങ്ങണം. ത്യജിക്കേണ്ടി വന്നാൽ നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത് എന്തും അള്ളാഹുവിനായി സമർപ്പിക്കാനും സഹിക്കാനും ത്യജിക്കാനുമുള്ള ഒരു മനസ്സ് എനിക്ക് നിങ്ങൾക്കും വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹജ്ജ് ദിനത്തിൽ നമ്മൾ അതാണ് അനുസ്മരിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമിന് അള്ളാഹു തആല, നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണല്ലോ, ഇബ്രാഹിം നബിയെ അനുസ്മരിക്കുന്ന ആയത്തുകളിൽ നോക്കൂ. അദ്ദേഹത്തിന് വായിക്കുന്ന മദഹ് ചെയ്യുന്ന ചില സ്വഭാവ ഗുണങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ സവിശേഷതകളുണ്ട്. ഈ ഒരു ചെറിയ പ്രഭാഷണത്തിൽ, ഈ ഖുതുബയിൽ എല്ലാം നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ഒരു ശ്രദ്ധേയമായ വചനം ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് സൂറത്തുൽ നഹ്ലിലെ 120 മുതലുള്ള ചില വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. അല്ലാഹു തആല ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വമാ വലം യകുൻ മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബിയുടെ സിഫത്തുകളാണ്. ഒന്ന്, അദ്ദേഹം ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ, ഒരു ഉമ്മത്തായിരുന്നു എന്നാണ്. ഉമ്മത്ത് എന്ന അറബി ഭാഷയിൽ ഈ ഒരു പദം നമ്മൾ കേട്ടുപരിചയമുണ്ട്. നമ്മൾ ഉമ്മത്താണ്, സമുദായമാണ്. എന്നാൽ ഇവിടെ ഉമ്മത്ത് എന്നത്, ഒരു ഉമ്മത്ത് നിർവഹിക്കേണ്ട കാര്യം, ഒരു ഉമ്മത്തിന് മാതൃകയാക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒത്തിണങ്ങിയ, പൂർണ്ണതയിലെത്തിയ ഒരു മനുഷ്യൻ, അതാണ് ഉമ്മത്ത്. ഇമാമത്തിന് അർഹതയുള്ള ആൾ. എന്താണ് ഇമാം? ഇമാമ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ മാതൃകയാക്കേണ്ട ആൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇമാമായിരുന്നു. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അത് ഇമാമത്തുള്ള ആള്, എല്ലാവർക്കും മാതൃകയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത്, ഫത്തബിഊ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിമിന്റെ ആ സരണി മാർഗം പിന്തുടരണം. എന്താണ് അദ്ദേഹത്തിന്റെ മാർഗം? തൗഹീദാണ്. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, സൃഷ്ടികൾക്ക് ആരാധനകൾ യാതൊന്നും നൽകാതിരിക്കുക. അതാണ് പൂർണ്ണമായ തൗഹീദ് കൊണ്ടുള്ള സമർപ്പണം. നമ്മുടെ ഒന്നാമത്തെ ബാധ്യത മുസ്ലിം. ഇത് തൗഹീദ് അനുസ്മരിക്കാതെ നമുക്ക് ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം തൗഹീദിന് വിരുദ്ധമായ കാര്യമാണ് ശിർക്ക്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം നൽകുക. അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, നമുക്ക് റിസ്ക് നൽകുന്നവൻ. അതിന് അള്ളാഹുവിന് പങ്കുകാരില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, ഏതേത് ആരാധനാ കർമ്മങ്ങളും അത് അല്ലാഹു അല്ലാതെ മറ്റാരും അർഹിക്കുന്നേയില്ല. ഒരു സൃഷ്ടികളും എത്ര മഹാനായാലും ഈ ലോകത്ത് നമ്മൾ കണ്ട അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ എത്ര ഉന്നതനാണെങ്കിലും, മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും, മലക്കുകളിൽ അതിശ്രേഷ്ഠനായ ജിബ്രീൽ എന്ന മലക്കാണെങ്കിലും, ഇവരൊന്നും ആരാധനയ്ക്ക് അർഹരല്ല. ഇവരൊന്നും ആരാധനയ്ക്ക് അർഹരല്ല. ഇവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, സഹായം ചോദിച്ചാൽ ഇവരാരും നമ്മെ സഹായിക്കില്ല. നമ്മെ സഹായിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. ഏതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധി വരുമ്പോൾ വരമേൽപ്പിക്കേണ്ടവൻ അത് അല്ലാഹുവിനാണ്. മുസ്ലിം ചെയ്യേണ്ടത് ചരടുകളിലല്ല, ആരെങ്കിലും കയ്യിലും മന്ത്രിച്ച നൂലുകൾ കെട്ടി നൂലിലല്ല വരമേൽപ്പനം ഒരു മുസ്ലിം നടത്തേണ്ടത്. ജാറങ്ങളിലേക്കല്ല, കബറിടങ്ങളിലേക്കല്ല, പുണ്യ വ്യക്തികൾ നിലകൊണ്ട സ്ഥലങ്ങളിലേക്കല്ല, മറിച്ച് അള്ളാഹുവിലാണ് ഒരു മുഅ്മിനിന്റെ സത്യവിശ്വാസത്തിന്റെ ഹൃദയം തിരിയേണ്ടത് പൂർണ്ണമായി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചത്. ഇബ്രാഹിം നബി അത് പൂർത്തിയാക്കി. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ സിഫത്ത് അതായിരുന്നു, അദ്ദേഹം ഉമ്മത്തായിരുന്നു. 2, ഖാനിതൻ, അള്ളാഹുവിനെ അനുസരിച്ച് വഴിപ്പെട്ട് ജീവിച്ച ആളാണ്. അനുസരണയിൽ നിലകൊണ്ടു, അതിൽ നിന്ന് പിന്നോട്ടില്ല. ഏത് വിഷയം പറഞ്ഞാലും അനുസരിക്കും. നിസ്കരിക്കാൻ പറഞ്ഞാൽ അനുസരിക്കും, നോമ്പെടുക്കാൻ പറഞ്ഞാൽ അനുസരിക്കും, സ്വന്തം ഇണയെയും സന്താനത്തെയും മക്കളെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അനുസരിക്കും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരുന്ന് കിട്ടിയ പൊന്നോമനയെ അറുക്കാൻ കൽപ്പിച്ചു, അനുസരിച്ചു. എന്താണ് അവസാനം വരെ എത്തിയത്? അദ്ദേഹത്തിന്
തന്റെ മകനെ അറുക്കേണ്ടി വരില്ല, പകരം ആടിനെ അറുത്താൽ മതി എന്ന കൽപ്പന വരുന്നത് ഇപ്പോഴാണ്. സ്വന്തം മകനെ കിടത്തി അദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ ഒരുങ്ങുന്നു ഒരു പ്രവാചകൻ. തന്റെ കരളിന്റെ കഷ്ടമായ പൊന്നോമനെ, കാത്തിരുന്ന് കിട്ടിയ കൺമണിയെ, നോക്കൂ, സ്വന്തം രക്തത്തെ അറുക്കാൻ അതെങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി. അള്ളാഹു എന്താ വേണ്ടു? മകനെ അറുക്കലല്ല. ഞാൻ നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സത്താവായ ഞാൻ നൽകിയ സന്താനത്തെ ഞാൻ അറുക്കാൻ പറഞ്ഞാൽ നീ അതിനും ഒരുക്കമാണോ ഇബ്രാഹിം എന്ന് അള്ളാഹു പരീക്ഷിച്ചു. അതിനും ഒരുക്കമാണ് ഞാൻ. ഇബ്രാഹിം എന്ന അള്ളാഹുവിന്റെ വിനയാന്വിതനായ അടിമ ഞാൻ ഒരുക്കമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല നമ്മളോട് അതൊന്നും കൽപ്പിച്ചിട്ടില്ലല്ലോ. നമ്മളോട് പറഞ്ഞത് 5 നേരത്തെ നിസ്കാരം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച ഷഹാദത്തിനു ശേഷം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് മുസ്ലിമായാൽ ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രം. അല്ലാഹു അയച്ച പ്രവാചകരിൽ അന്തിമനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനും അടിമയുമാണെന്നുള്ള വിശ്വാസം, ദൈവമെന്നല്ല. അതാണല്ലോ മുസ്ലിം വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച് പ്രവേശിച്ചാൽ പിന്നെ അള്ളാഹു ഫർളാക്കി 5 നേരത്തെ നിസ്കാരം, റമദാനിലെ നോമ്പ്, സമ്പത്തുള്ളവർ ഒരു നിശ്ചിത ഓഹരി സക്കാത്ത്, കഴിവുള്ളവൻ വിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുക, ആരാധന. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങൾ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ചു. അതിനു പുറമെയും പല ബാധ്യതകളും, സാമൂഹികമായ ബാധ്യതകൾ നമ്മളോട് കൽപ്പിച്ചു. കുടുംബത്തോടുള്ള ബാധ്യത, മാതാപിതാക്കളോടുള്ള ബാധ്യത, മാതാപിതാക്കൾക്ക് സന്താനങ്ങളോടുള്ള ബാധ്യത എല്ലായിടത്തും ഉണ്ട്. അയൽപ്പക്ക ബന്ധം, നമ്മൾ ജോലി ചെയ്യുന്നിടത്തുള്ള നമ്മുടെ സത്യസന്ധത, നമ്മൾ അധ്വാനിക്കുന്നതിൽ ഹലാലാണ്, അതിൽ അവിശുദ്ധമായ പിന്നെ ഹറാമായ നിഷിദ്ധമായ ഒരു തരിമ്പ് പോലും നമ്മൾ സമ്പാദിക്കുന്നില്ല എന്നുള്ള ഉറപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുലു ഹലാലൻ തയ്യിബ, വിശുദ്ധമായത് ഹലാലായതും പിന്നെ ഉത്കൃഷ്ടമായതും നിങ്ങൾ ഭക്ഷിക്കുക. നമ്മൾ സമ്പാദിക്കുന്നത് പലിശയിൽ നിന്ന് മുക്തമാണ്, വഞ്ചനയിൽ നിന്ന് മുക്തമാണ്. കച്ചവടമാകട്ടെ, ഉദ്യോഗമാകട്ടെ, നമ്മൾ നിർവഹിക്കുന്ന ഉദ്യോഗം, അതിൽ ആ അമാനത്ത് നമ്മൾ പാലിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജോലിയിൽ പ്രവേശിക്കേണ്ട സമയത്ത് പ്രവേശിക്കുന്നുണ്ടോ? നമ്മളെ ഏൽപ്പിച്ച നമ്മൾ വാങ്ങുന്ന സാലറി എന്തൊരു കാര്യത്തിനാണോ ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? അപ്പോഴാണ് നമ്മുടെ സമ്പത്ത് ഹലാലായിത്തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പാദ്യത്തെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഹറാമിന്റെ ഒരു തരിമ്പ് പോലും നമ്മളോ നമ്മുടെ സന്താനങ്ങളോ നമ്മുടെ കുടുംബമോ ഭക്ഷിക്കാത്തൊരവസ്ഥ, പൂർണ്ണമായി ഹലാലിൽ വിശുദ്ധമായ രക്തവും മാംസവും അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അന്യരുടെ മുതൽ നമുക്ക് വേണ്ട. അത് ഈ ഈദിന്റെ ഒരു സന്ദേശമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ പാലിച്ചു, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നു, അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റി. അതാണ് ഖാനിത്ത്, അനുസരണയുള്ളവനായിരുന്നു. അതുപോലെ തന്നെ ഹനീഫൻ, അദ്ദേഹം ഹനീഫായിരുന്നു. എന്താണ് ഹനീഫ്? ഷിർക്കിന്റെ ഭാഗത്തേക്ക് പോകില്ല. അദ്ദേഹം തൗഹീദിന്റെ പക്ഷം ഉറച്ചുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ഉണ്ടാകണം. സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, നമുക്കെല്ലാം ഈ ദഅവത്ത് എന്നുള്ള ഉത്തരവാദിത്വമുണ്ട്. തൗഹീദിന്റെ പക്ഷം നിൽക്കണം, തൗഹീദിന് വേണ്ടി പണിയെടുക്കണം. നമ്മൾ വിശ്വസിക്കുന്ന ആദർശം ഉയർന്നു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നോക്കൂ, പല വിധത്തിൽ ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും കൊണ്ട് നടക്കുന്ന വിവിധ സമൂഹങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ട്. അവരെല്ലാം പണിയെടുക്കുന്നത് എന്തിനാണ്? അവരുടെ ആദർശം ഉന്നതമാകണം. അവർ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ തത്വശാസ്ത്രങ്ങൾ അത് സമൂഹത്തിൽ വളരണമെന്നാണ്. നമ്മൾ വിശ്വസിക്കുന്ന സത്യമെന്ന് നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ സ്വജീവനേക്കാൾ പ്രിയങ്കരമായ നമ്മുടെ ദീൻ, നമ്മുടെ ആദർശം, അത് വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് കിട്ടിയ ഈ സന്ദേശം ഇത് കിട്ടാത്ത സമൂഹത്തിൽ, അജ്ഞതയിൽ ആണ്ടുപോയ സമൂഹത്തിലേക്ക് എത്തണം. അപ്പോഴാണ് നമുക്ക് തൗഹീദിനോട്, ഈ ദീനിനോട് സ്നേഹമുള്ള ആളുകളായി മാറുന്നത്. അതുകൊണ്ട് ദഅവ പ്രവർത്തനം എന്നുള്ളത് ചെറിയ വിഷയമല്ല. പണ്ഡിതന്മാരെ കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ ലേഖനങ്ങൾ, എഴുത്തുകൾ, അവർ നൽകിയ പിന്നെ മതവിഷയത്തിലുള്ള അധ്യാപനങ്ങൾ നമുക്ക് അങ്ങനെ പ്രചരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ. നമ്മൾ പഠിച്ച വിജ്ഞാനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, വിജ്ഞാനത്തിന്റെ സദസ്സുകളിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോഴാണ് ഹനീഫാകുന്നത്. ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുക, ഷിർക്കിലേക്ക് തിരിഞ്ഞു നോട്ടമില്ല, തൗഹീദിന്റെ പക്ഷം ഉറച്ചു നിൽക്കുക, തൗഹീദിന് വേണ്ടി പണിയെടുക്കുക. അവനാണ് ഹനീഫ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹനീഫായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഹുനഫാക്കളാവുക, ആ മാർഗത്തിൽ നമ്മൾ നിലയുറക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുപോലെ തന്നെ ഈ ഈദ് സുദിനം കടന്നു പോകുമ്പോൾ നമ്മൾ ഉറച്ച ഒരു തീരുമാനമെടുക്കുക. ഈദ് ആഘോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്. മനസ്സിൽ ഇന്ന് ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിവെക്കാം. പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാമ്പത്തിക തകർച്ചയിലാണെങ്കിൽ, നമ്മൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുവെങ്കിൽ, പ്രിയരെ, ഇതൊക്കെ ദുനിയാവിൽ പരീക്ഷണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നു എന്നത് അവനോട് വെറുപ്പുണ്ട് എന്നതിന്റെ അടയാളമല്ല. അവന് ദുനിയാവിൽ സൗഭാഗ്യങ്ങളുടെ വാതിലുകൾ മലർക്കെ തുറന്നു എന്നുള്ളത് അവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതിനുമുള്ള തെളിവല്ല. ഇഷ്ടപ്പെടാം, ചിലപ്പോൾ അള്ളാഹു അവനെ പരീക്ഷിക്കുന്നുണ്ടാവും. എന്തായാലും ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, രോഗം തന്നാൽ അള്ളാഹു പരീക്ഷിക്കുന്നു. ക്ഷമിച്ചാൽ നമുക്ക് പ്രതിഫലമുണ്ട്. ദാരിദ്ര്യം വന്നു, നമ്മൾ ക്ഷമിച്ചാൽ പ്രതിഫലമുണ്ട്. നമുക്ക് രോഗമോ ദാരിദ്ര്യമോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വന്നാൽ അതിലൊക്കെ പ്രിയപ്പെട്ടവരുടെ മരണത്തിലോ നമ്മൾ ക്ഷമിച്ചാൽ പ്രതിഫലമുണ്ട്. അനുഗ്രഹം കിട്ടിയാൽ നന്ദി കാണിച്ചാൽ അതിനും പ്രതിഫലമുണ്ട്. അതാണ് ഒരു അടിമ എപ്പോഴും ശാക്കിറും സ്വാഭാവികമായും നന്ദിയുള്ളവരും ക്ഷമാനുവും. അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുന്നു, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഉബൂദിയത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഞ്ചരിച്ച മാർഗത്തെ പൂർത്തീകരിക്കുക, തൗഹീദിന്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലും നമ്മെ അനുഗ്രഹിക്കുമാറാണ്. അതുകൊണ്ട് ഈ ഈദ് കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹറാമ് കൊണ്ടുള്ള ഒരു ആഘോഷം നമുക്ക് വേണ്ട, നിഷിദ്ധങ്ങൾ കൊണ്ടുള്ള ആഘോഷം നമുക്ക് വേണ്ട.